കുട്ടനാട് പാക്കേജിലെ ഗ്രൂപ്പ് 1-ലെ 14 പാടശേഖരങ്ങളിലെയും കായൽ പ്രദേശങ്ങളിലെയും ജലസേചന വകുപ്പിന്റെ നിർമ്മാണ ജോലികൾക്കുള്ള കാലാവധിയാണ് അടുത്ത വർഷം മാർച്ച് 31 വരെ നീട്ടിയത്. 231 പാടശേഖരങ്ങളിലെ നിർമ്മാണ ജോലികളുടെയും 12 വാട്ടർഷെഡുകളുടെയും കാലാവധി 2016 ഡിസംബർ വരെയും നീട്ടി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കേന്ദ്ര ജലകമ്മീഷന്റെ അറിയിപ്പ് ജലസേചന വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫിന് ലഭിച്ചു. ഗ്രൂപ്പ് 1-ലെ 2 മേഖലകൾക്കായി 143 കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മറ്റു 2 പദ്ധതികൾക്ക് 628 കോടിയുടെ ചെലവും വരും. തണ്ണീർമുക്കം ബണ്ട് നവീകരണത്തിനുള്ള 255 കോടിയുടെ പദ്ധതിയും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ 2013 ജൂലൈയിൽ കുട്ടനാട് പാക്കേജിന്റെ കാലാവധി അവസാനിച്ചുവെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിലാണെന്നും പാക്കേജ് പൂർത്തിയാക്കാൻ കാലാവധി നീട്ടി നൽകണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര കൃഷിമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് പാക്കേജിന്റെ കാലാവധി കേന്ദ്രം നീട്ടി നൽകിയത്. അതേസമയം കാലാവധി നീട്ടി നൽകിയതിനൊപ്പം അധികമായി 2000 കോടി രൂപയും പാക്കേജ് നടത്തിപ്പിനായി സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.